CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ED ചോദ്യം ചെയ്യും. വീണയുടെ മൊഴിയിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നീക്കം. IT സേവനങ്ങൾ സംബന്ധിച്ച CMRL പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ചയെന്നും രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്നുമാണ് വീണയുടെ മൊഴി. CMRL സേവനങ്ങൾ നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ വീണ ഹാജരാക്കിയില്ല എന്ന് ED വ്യക്തമാക്കി. വിവരങ്ങളുമായി SS ശരൺ ചേരുകയാണ്. ശരൺ, രേഖകളൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല, നേരിട്ടുള്ള ഇടപെടൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് വീണ ടി വ്യക്തമാക്കുന്നത്. ഇതുതന്നെയാണ് SFIO റിപ്പോർട്ടിലും SFIOയ്ക്ക് നൽകിയ മൊഴിയിലും വീണ പറഞ്ഞിരുന്നത്. അത് ആവർത്തിക്കുകയാണ്. മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതുകൊണ്ട് വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് EDയുടെ തീരുമാനം. മധു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ 8.5 മണിക്കൂറാണ് വീണ ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച മൊഴികൾ ഇതുവരെ ശേഖരിച്ച വിവരങ്ങളുമായി ചേർത്ത് ED പരിശോധിച്ചു. അതിൽ നിന്നാണ് മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും SFIO കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച അനുബന്ധ രേഖകൾ കൂടി ലഭിച്ച ശേഷമായിരിക്കും പുതിയ സമൻസ് അയക്കുകയും ചെയ്യുക. എന്തായാലും ഇന്നലെ ചോദ്യം ചെയ്യലിനിടയിൽ വീണ പല ഏജൻസികൾ നടത്തിയ കണ്ടെത്തലുകൾ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് താൻ സേവനം നൽകിക്കൊണ്ടാണ് CMRൽ നിന്ന് 2.78 കോടി രൂപ കൈപ്പറ്റി എന്നുള്ളതാണ് വീണ മൊഴിയായി നൽകിയിരിക്കുന്നത്. അതായത് ഈ നേരിട്ടുള്ള ചർച്ചകൾ CMRL പ്രതിനിധികളുമായിട്ട് നേരിട്ടാണ് ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ, മീറ്റിംഗ് സംബന്ധിച്ചുള്ള രേഖകളൊന്നും തന്നെ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള മൊഴി കൂടിയാണ് വീണ നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് അത്തരത്തിൽ സേവനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ തെളിവുകൾ വിവരങ്ങൾ നൽകിയത് വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും ED എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.